ഫ്ലേവറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ചൂരാച്ചാറാണ്. അപ്പോൾ ഈ ഒരു ചൂരാച്ചാർ ഞാൻ നല്ല അടിപൊളി മീൻ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു മീൻ ഞാൻ ശംഖുമുഖത്ത് രാവിലെ പോയി വാങ്ങിയ മീനാണ്. അപ്പോൾ ഈ ഒരു ചൂരാച്ചാർ നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ നോക്കാം. നമുക്ക് ഈ മീൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിനായിട്ട് ആ തോലൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു, അതിൻ്റെ വേസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ പീസസ് ആക്കി അരിഞ്ഞെടുക്കാം. നമ്മൾ ഈ ഒരു അച്ചാറിടാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് വാഷ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയ ശേഷം ഇത് കഴുകിയെടുക്കുക. നല്ല നീറ്റായിട്ട് കഴുകിയെടുക്കുക. അതിൽ ആ ഒരു ബ്ലഡും ഒക്കെ പോകുന്ന വരെ വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. കഴുകിയെടുത്ത് ഇതൊക്കെ ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, അതോടൊപ്പം 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 50 ഗ്രാം ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കും. കൂടാതെ 50 ഗ്രാം വെളുത്തുള്ളി. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഇങ്ങനെ ചെറുതായി ചോപ്പ് ചെയ്തെടുക്കുക, ചെറുതാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതോടൊപ്പം 4 തണ്ട് കറിവേപ്പിലയും കൂടി ആവശ്യമുണ്ട്. ഇതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും വേണം. 3 ടേബിൾ സ്പൂൺ കാശ്മീരി പൗഡറും അതുപോലെ തന്നെ സാദാ മുളക് പൊടിയും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 കപ്പ് വിനാഗിരി. ഇനി നമുക്ക് കടുക് വറുക്കാനായി 1 വറ്റൽ മുളകും 1/2 ടീസ്പൂൺ കടുകും വേണം. ഇത് നല്ലെണ്ണയാണ്, 200 ഗ്രാം നല്ലെണ്ണയാണ് ഞാനിത് വറുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. വറുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 200 ഗ്രാം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ചൂടായി വരുമ്പോഴേക്കും ചൂരയുടെ കഷ്ണങ്ങൾ ഇട്ട് നന്നായി വറുത്തെടുക്കാം. ആദ്യത്തെ 2 മിനിറ്റ് നേരം നമ്മളിത് ഇളക്കാനേ പാടില്ല. അതിനുശേഷം വേണം നമ്മൾ ചെറുതായിട്ട് ഇളക്കി കൊടുക്കാൻ. ആദ്യം തന്നെ നമ്മളിത് ഇളക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ ഒരു ചൂരയുടെ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകും. ചൂരയുടെ കഷ്ണങ്ങൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഈ ഒരു ചൂരയുടെ പീസസിൽ ഒരല്പം പോലും ജലാംശം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ചൂര നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണ തോരാനായിട്ട് മാറ്റി വെക്കാം. നമ്മൾ ആ മീൻ വറുത്ത നല്ലെണ്ണയിൽ നിന്ന് കുറച്ചെടുത്ത ശേഷം അതിൽ കടുക് വറുക്കാം. ആദ്യം തന്നെ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് ആ വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കണം. അതോടൊപ്പം ഇഞ്ചിയും. ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നന്നായി മൂത്ത് കഴിയുമ്പോഴേക്കും തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉലുവാപ്പൊടിയും കൂടി ഇട്ട് 2 മിനിറ്റ് നേരം നന്നായി ഇളക്കി കൊടുക്കുക. പൊടികളൊന്നും കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെല്ലാം പാകമായ ശേഷം ഇതിലേക്ക് നമുക്ക് ചൂര വറുത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. അവസാനമാണ് നമ്മൾ ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. വിനാഗിരിയും കൂടി ചേർത്ത് ഈ ഒരു ചൂരയും ഗ്രേവിയും എല്ലാം കൂടി നന്നായി ഇളക്കി മിക്സ് ആക്കി വെക്കുക. ചൂര അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്കിത് ബോട്ടിലുകളിലേക്ക് മാറ്റാവുന്നതാണ്.
സൂരജ് സാറിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.